വെറും 1200 സ്ക്വയർ ഫീറ്റിൽ 18 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന സ്ക്രീനിൽ കാണുന്ന ഫുള്ളി കണ്ടംപററി ഫ്ലാറ്റ് റൂഫ് സ്റ്റൈലുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് വിത്ത് ഡൈനിങ് സ്പേസിലേക്കാണ്. ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ സ്ക്വയർ ഫീറ്റ് വരുന്നത് 600 സ്ക്വയർ ഫീറ്റ് ആണ്. അതിൽ സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലുള്ളൊരു ലിവിങ് സ്പേസും ഇടയ്ക്കൊരു പാർട്ടീഷൻ നൽകുകയാണെങ്കിൽ പാർട്ടീഷൻ നൽകി ബാക്കി നമുക്ക് ഒരു 4 സീറ്റർ ഡൈനിങ് ടേബിളും അറേഞ്ച് ചെയ്യാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ വീതി 10x130 സെൻറ്റിമീറ്ററാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. 2 സിംഗിൾ പാളി ജനലാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ഡോർ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ എൽ ഷേപ്പിലായി 5 സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ഗ്ലാസ് ടൈപ്പിലൊക്കെ ഉള്ള ഒരു പാർട്ടീഷൻ വാളെല്ലാം നൽകി ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വിൻഡോ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു 2 പാനൽ വിൻഡോയും ഇവിടെ ഒരു 2 പാനൽ വിൻഡോയും നൽകിയാൽ മതി. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂം സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 10x10 ഫീറ്റിൻ്റെ ഒരു ബെഡ്റൂമും 3 പാളിയാണ് നൽകിയിരിക്കുന്നത്. 3Dയിൽ കാണിച്ച പോലെ ഈ ഒരു 3 പാളി സിംഗിൾ പാളിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിലൊരു 2 ഷോ വാളാണ് 3Dയിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ബെഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 2 ഡോർ വാർഡ്രോബ് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം 280x200 സെൻറ്റിമീറ്റർ, അത്യാവശ്യം ഒരു 5 ഫീറ്റ് ബെഡ് ഇടാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ കിച്ചൺ അത്യാവശ്യം വലുപ്പത്തോടു കൂടി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ഫയർ കിച്ചണും അതുപോലെ തന്നെ എൽ ഷേപ്പിലായി ഇവിടെ ഒരു സ്റ്റൗവും ഇവിടെ ഒരു സിങ്കും നൽകാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ സെയിം അളവിൽ തന്നെയാണ് എല്ലാം നൽകിയിരിക്കുന്നത്. ഒരു റെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫ്ലോർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചൻ്റെ ടോപ്പിൽ കിച്ചണും 2 റൂമും സിറ്റ് ഔട്ടിൻ്റെ മേലെ ബാൽക്കണിയും ഡൈനിങ് വിത്ത് ടോയ്ലറ്റ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും 600 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ടോട്ടൽ 1200 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡിസൈനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എലിവേഷനിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഫുള്ളി കണ്ടംപററി ഫ്ലാറ്റ് റൂഫ് ഡിസൈനിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷനിൽ തന്നെ ഒരു 1200 സ്ക്വയർ ഫീറ്റിനേക്കാളും തോന്നിക്കാവുന്ന തരത്തിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ നേരത്തെ പ്ലാനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 2 സിംഗിൾ പാളി കൊടുത്തിട്ടാണ് നൽകിയിരിക്കുന്നത്. ലെഫ്റ്റിലായി ഒരു ഷോ വാളും പാസ് ചെയ്ത് പോകുന്നുണ്ട് ഒരു 2 ഫീറ്റിന്. ഈ ഒരു ഷോ വാള് വിൻഡോമേ ചെന്ന് അവസാനിച്ച് അവിടെ ഒരു പർഗോള ഡിസൈൻ വിത്ത് സ്പോട്ട് ലൈറ്റും നൽകിയിരിക്കുന്നു. ഈ ഒരു റൂമിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതാണ് നമ്മളെ മെയിൻ സ്ലാബ് ലെവൽ വരുന്നത്. മെയിൻ സ്ലാബിൻ്റെ ടോപ്പിലായിട്ട് ഒരു പാരപ്പറ്റ് നമ്മൾ 2 ഫീറ്റിന് നൽകി അതിൻ്റെ ടോപ്പിൽ പാരപ്പറ്റിൻ്റെ ടോപ്പിൽ മാത്രമാണ് ഈ ഒരു എൽ ഷേപ്പിലുള്ള സ്ലാബ് വരുന്നത്. അതുകൊണ്ട് തന്നെ വീടിനൊരു ഹൈറ്റും ഒരുപാട് സ്ക്വയർ ഫീറ്റ് തോന്നിക്കാവുന്ന തരത്തിൽ ഒരു ഭംഗിയോട് കൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്ലാബിൻ്റെ താഴെയായി സ്പോട്ട് ലൈറ്റ്സും നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കോർണറിൽ ഒരു പില്ലറും അതുപോലെ തന്നെ പുറത്തോട്ടായിട്ടൊരു സ്റ്റീൽ ട്യൂബ് വർക്കുമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ഫുൾ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ സൈഡിലും ഗ്ലാസ് നൽകി. ഈ ഒരു പില്ലർ 2ആയി പാർട്ടീഷൻ ചെയ്ത് ഇടയ്ക്ക് സ്റ്റീൽ ട്യൂബിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണിയുടെ ബാക്ക് സൈഡിലായിട്ട് ബാൽക്കണി 2.40 ഹൈറ്റിനാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിലായിട്ട് സെയിം പാരപ്പറ്റ് നൽകി അതിൻ്റെ പുറത്തോട്ട് സ്ലാബ് വർക്ക് നൽകിയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 18 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫുൾ ഫിനിഷിങ് എമൗണ്ട് പറയുന്നത് എപ്പോഴും
ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് നൽകി മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകി ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു റേറ്റിന് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഫുൾ കോൺട്രാക്റ്റും വർക്ക് കോൺട്രാക്റ്റും സൂപ്പർവിഷൻ ചാർജ് നൽകിയിട്ടും വർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് നൽകാവുന്നതാണ്. ഫുൾ കോൺട്രാക്റ്റ് നൽകുമ്പോൾ എല്ലാവരും സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് പറയാറ്. നോർമലി 2000 to 2500 സ്ക്വയർ ഫീറ്റ് ഇടയ്ക്കാണ്ട് ഒരു അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടിയ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫുൾ കോൺട്രാക്ട് റേറ്റ് വരുന്നത്. അത് തന്നെ നമ്മൾ വർക്ക് കോൺട്രാക്റ്റിലേക്ക് വരികയാണെങ്കിൽ വർക്ക് കോൺട്രാക്റ്റ് 200 to 250 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് വരുന്നത്. സ്ട്രക്ചറൽ വർക്ക് മാത്രം, അതായത് തറ കെട്ടിക്കഴിഞ്ഞ് ബെൽറ്റ് മുതൽ വാർക്ക വരയ്ക്കുള്ള റേറ്റാണ് ഈ ഒരു റേറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റിന് 200 to 250 അകത്ത് മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകണം, മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ക്ലയൻറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു തേപ്പിന് നമുക്കൊരു 100 രൂപ സ്ക്വയർ ഫീറ്റാണ് നോർമലി വരാറ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 300 to 350 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് വർക്ക് കോൺട്രാക്ട് റേറ്റ് സ്ട്രക്ചറൽ വർക്കിന് മാത്രം വരുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു റേറ്റിന് ഫിനിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫുൾ കോൺട്രാക്റ്റ് നൽകുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഒരു 2000 വെച്ച് കൂട്ടിയ 2000 ഇൻറ്റു 1200 സ്ക്വയർ ഫീറ്റ് നോക്കി അത്ര എമൗണ്ടാണ് ഈ ഒരു വീട് ഫുള്ളി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. എപ്പോഴും ഒരു വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ആ ഒരു വീടിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും അതുപോലെ തന്നെ പ്ലാനും 3D എലിവേഷനും വെച്ചിട്ടാണ്. ഇപ്പം നോർമലി നമ്മൾ ബ്ലോക്ക് വർക്കിൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൈറ്റ് സ്റ്റോൺ. അതുപോലെ തന്നെ നമുക്ക് വെട്ടുകല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമൻറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെട്ടുകല്ലിൻ്റെ അപേക്ഷിച്ചിട്ട് ഒരു 30 രൂപ 40 രൂപ വ്യത്യാസം വരും. ഓക്കെ, ഒരു ബ്ലോക്കുമ്പോൾ ഒരു 30-40 രൂപ വ്യത്യാസം വന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 50,000 ഡിഫറൻസ് വരും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ മരത്തിൻ്റെ പോലെ തന്നെ സ്റ്റീലിനും ഒരേ റേറ്റാണ് വരുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മരത്തിൻ്റെ യൂസ് ചെയ്യുന്നതായിട്ട് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആഞ്ഞില അല്ലെങ്കിൽ കരുവേലകൊക്കെ യൂസ് ചെയ്തിട്ട് മരത്തിൻ്റെ കട്ടില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ മരം തന്നെ സെലക്ട് ചെയ്യായിരിക്കും, അത്യാവശ്യം ട്രീറ്റ് ചെയ്ത മരം സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഡോറ്, മെയിൻ ഡോറ് കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡോറൊക്കെ എപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്ന നേരം, അതായത് പ്ലാസ്റ്റർ വർക്കിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കട്ടില ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് കുറവും കിട്ടും. ഇപ്പോൾ മെയിൻ ഡോറ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെയിൻ ഡോറ് ഇപ്പോൾ ഈ ഒരു 3D എലിവേഷൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോറ് ചെയ്യാൻ നമുക്ക് തേക്കിൽ തന്നെ നോർമലി 6 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000-40,000 രൂപയാണ് റേഞ്ച് വരുള്ളൂ. കട്ടിലയും ഡോറും അടക്കം അത്രയാണ് റേഞ്ച് വരുള്ളൂ. അത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ ഒരു മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ 2D പ്ലാനും 3D എലിവേഷനും ഒക്കെ ചെയ്യുന്നത്, അതായത് 2D പ്ലാനിൽ ഇപ്പോൾ നോർമലി ഒരു റൂം എടുത്തു കഴിഞ്ഞ് ഒരു 10x10 റൂമാണെങ്കിൽ 10 ഫീറ്റ് ബൈ 10 ഫീറ്റ് അത്യാവശ്യം 100 സ്ക്വയർ ഫീറ്റാണ് വരിക ഒരു റൂം. ആ ഒരു 100 സ്ക്വയർ ഫീറ്റ് നമ്മൾ വാളിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ 3 മീറ്റർ പ്ലസ് 3 മീറ്റർ 6 മീറ്ററാണ് ടോട്ടൽ വരിക. അതേ ഏരിയയാണ് വരുന്നത് നമ്മളൊരു 50 ഫീറ്റ് നീളും 2 ഫീറ്റ് വീതിയുള്ള ഒരു റൂം എടുക്കുമ്പോൾ ഏരിയ സെയിം ആണ് 100 ഫീറ്റ്. പക്ഷേ നീളം വൈസ് നോക്കുമ്പോൾ 50 ഫീറ്റ് നീളം പ്ലസ് 2 ഫീറ്റ് നീളം എടുക്കുമ്പോൾ 52 ഫീറ്റ്. മറ്റതിൽ നമ്മൾ 20 ഫീറ്റ് ഉള്ളത്, ഇത് 52 ഫീറ്റ് വാളായി. അങ്ങനെയാണ് നമ്മൾ വാളിൻ്റെ ലെങ്ത് കൂടിയും വെച്ചിട്ടാണ് നമ്മളൊരു വീടിൻ്റെ എസ്റ്റിമേറ്റഡ്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ ഒരു പ്ലാനിന് ഈ പറഞ്ഞ പോലെ ഒരു 15 ലക്ഷം രൂപയാണെങ്കിൽ നമ്മളുടെ വാളിൻ്റെ ലെങ്ത് അകത്തത്തെ നോക്കിയിട്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേറൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചിലപ്പോൾ അതിനും കുറവാണ് വരാറുള്ളൂ. അതിന് കാരണം ഇതാണ്.